മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുടെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അക്കൗണ്ടിലൂടെ നടന്നത് കോടികളുടെ ഇടപാടുകളെന്ന ആരോപണം ശക്തമാണ്. വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുടെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് അക്കൗണ്ടിലൂടെ നടന്നത് കോടികളുടെ ഇടപാടുകളെന്ന ആരോപണവുമായി കേസിലെ പരാതിക്കാരനായ BJP നേതാവ് ഷോൺ ജോർജ് രംഗത്ത് വന്നിരുന്നു. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ എക്സാലോജിക് കൺസൾട്ടിംഗ് മീഡിയ സിറ്റി UAE എന്ന മേൽവിലാസത്തിലാണ് അക്കൗണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ TU വീണയും മുൻ ബന്ധു M സുനീഷുമാണ് അക്കൗണ്ട് ഉടമകൾ. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ പണവും അക്കൗണ്ടിലെത്തിയതായി സംശയിക്കുന്നുവെന്ന ആരോപണവും ഷോൺ ജോർജ് ഉന്നയിച്ചു. കമ്പനിക്കുണ്ടായ സാമ്പത്തിക നേട്ടവുമായി ബന്ധപ്പെട്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് മുൻപ് നൽകിയ ഹർജിയുടെ അനുബന്ധമായി ഉപഹർജിയും നൽകിയിട്ടുണ്ട്. ഇതിൽ കോടതി നിലപാട് നിർണായകമാകും. SNC ലാവ്ലിൻ കമ്പനിയിൽ നിന്നും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൽ നിന്നും വലിയ തുക അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇതേക്കുറിച്ച് EDക്കും SFIOയ്ക്കും കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിനും പരാതി നൽകിയിട്ടുണ്ട്. വിദേശ പണമിടപാടും അക്കൗണ്ടും അന്വേഷിക്കണം. തന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി നിഷേധിച്ചാൽ തെളിവുകൾ പുറത്തുവിടും. ഇതോടെ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് തെളിയുമെന്നും ഷോൺ പറഞ്ഞിരുന്നു. ഈ ആരോപണത്തോട് ഇതുവരെ മുഖ്യമന്ത്രിയോ മകളോ പ്രതികരിച്ചിട്ടില്ല. ലാവ്ലിന്റെ ഉപകമ്പനികൾ കിഫ്ബി മസാല ബോണ്ട് വഴി 9.25% പലിശയ്ക്ക് പണം നിക്ഷേപിച്ചിട്ടുണ്ട്. 6% പലിശയ്ക്ക് നിക്ഷേപം കിട്ടുമ്പോഴാണിത്. ഇതിന്റെ വ്യത്യാസത്തിൽ വരുന്ന തുകയാണോ വീണയുടെ അക്കൗണ്ടിലേക്ക് ലാവ്ലിൻ നിക്ഷേപിക്കുന്നതെന്ന് അന്വേഷിക്കണമെന്നും ഷോൺ ആവശ്യപ്പെട്ടിരുന്നു. അതായത് വലിയ അഴിമതിയാണ് ഉന്നയിക്കുന്നത്. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പ്രതിചേർത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് കമ്പനി ഉടമയുമായ വീണ വിജയനെ SFIO അറസ്റ്റ് ചെയ്തേക്കില്ല. അന്വേഷണം പൂർത്തിയായി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതിനാൽ അറസ്റ്റിനുള്ള വ്യവസ്ഥയില്ലെന്നാണ് SFIO വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. എന്നാൽ ഈ വിഷയത്തിൽ EDയും CBIയും അന്വേഷണത്തിനെത്തിയാൽ കളി മാറും. നേരത്തെ കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് വീണയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ SFIO അനുമതി നൽകിയത്. ഇടപാടുമായി ബന്ധപ്പെട്ട് SFIO തയ്യാറാക്കിയ കുറ്റപത്രത്തിലും വീണയെ പ്രതി ചേർത്ത് നിർണായക നീക്കം നടത്തി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് SFIO കുറ്റപത്രം എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ചത്. ഈ കുറ്റപത്രം ഇനി എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുന്നത്. SFIO നൽകിയ കുറ്റപത്രം പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണോ എന്ന പരിശോധന ആ ഘട്ടത്തിലാണ് നടക്കുക. കുറ്റം നിലനിൽക്കുന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. തുടർന്ന് മാത്രമേ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർ നിയമപരമായി പ്രതിചേർക്കപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതിനുശേഷമേ വിചാരണ നേരിടേണ്ടതുള്ളൂ. ഇതിനുശേഷമേ വിവിധ വിഷയത്തിൽ EDയും CBIയും അന്വേഷണം നടത്തണമോ എന്നതിൽ തീരുമാനമെടുക്കൂ. എന്നാൽ കുറ്റപത്രം അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിൽ വിഷയത്തിൽ ED പ്രാഥമിക തെളിവ് ശേഖരണം തുടങ്ങിയിട്ടുണ്ട്. SFIOയിൽ നിന്നും വിവരശേഖരണം നടത്തിയത് ഇതിനുവേണ്ടി കൂടിയാണ്.